Meet the editors. തിരിച്ചെടുക്കൊരുക്കുമോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇപ്പോൾ സാഹചര്യങ്ങളെല്ലാം ഒരുങ്ങി വരുന്നു. നിർണായകമായ കൂടിയാലോചനകൾ നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സൈന്യത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നു, നിങ്ങൾക്ക് ഓപ്പറേഷണൽ ഫ്രീഡമുണ്ട്. ഏതു സമയത്ത് ഏതു രീതിയിൽ എങ്ങനെ വേണം തിരിച്ചടി എന്നുള്ളത് സൈന്യത്തിന് തീരുമാനിക്കാം എന്നാണ് പ്രധാനമന്ത്രി ആത്മവിശ്വാസം കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെ കൂടി വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. നിർണായകമായ കൂടിയാലോചനയാണ്, തിരക്കിട്ട ചർച്ചയാണ്, തിരിച്ചടിക്കൊരുങ്ങുന്നു. തിരിച്ചടിക്കുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗം, ആ പ്രസംഗം മുഴുവൻ സമൂഹത്തെയും അഭിസംബോധനയല്ല, യുവാക്കളോട് സംസാരിക്കുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹം പറഞ്ഞത് ഇനി സമയം കളയാനില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചത്. ബീഹാറിലെ പ്രസംഗത്തിന് ശേഷം നടത്തുന്ന അടുത്ത പ്രസംഗമാണിത്. അപ്പോഴും ഇന്നേക്ക് ഒരാഴ്ചയായി ഈ ആക്രമണത്തിന് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നേക്ക് 7 ദിവസമായിരിക്കുന്നു. ഇന്നേക്ക് 7 ദിവസമാകുമ്പോഴും ആക്രമണം നടത്തിയ ഭീകരർ, അവരുടെ എണ്ണം കൃത്യമായി 4 ആണോ 3 ആണോ, അവരെവിടെ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവരെ പിടികൂടാനോ കഴിഞ്ഞിട്ടില്ല എന്നൊരു സാഹചര്യം നിൽക്കുന്നു. അതുകൊണ്ടാണ് കാര്യങ്ങൾ വേഗത്തിലാക്കാനുള്ള ആലോചനകളിലേക്ക് കടന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഈ ഡൽഹിയിൽ നടക്കുന്ന യോഗങ്ങൾ പോലെ തന്നെ കശ്മീരിലും പ്രധാനപ്പെട്ട യോഗങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പുതിയ ദൃശ്യങ്ങൾ ചിലത് പുറത്തു വന്നിട്ടുണ്ട് ഈ ആക്രമണത്തിൻ്റെ. അപ്പോൾ അതിൽ 3 ഭീകരരാണ് എന്നും ഒരാൾ പുറത്തുനിന്നും ഇവരെയൊക്കെ സഹായങ്ങൾ നൽകുകയായിരുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ ലഭിക്കുന്നു. അപ്പോൾ വനത്തിനകത്ത് ഉള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഇവരെ തപ്പിയുള്ള നീക്കം അത് മുന്നോട്ട് പോകുന്നു. ഇവർ വന്നത് ഈ സ്ഥലത്ത് മെയിൻ ഗേറ്റിലൂടെയാണ് ഒരാൾ വന്നത്, ഒരാൾ എക്സിറ്റ് ഗേറ്റിലൂടെയാണ് വന്നത് എന്നൊക്കെയുള്ള ദൃശ്യങ്ങളടക്കം വന്നിരിക്കുന്നു. അപ്പോൾ അവിടെ NIA വലിയ തോതിൽ ചോദ്യം ചെയ്യലുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ ചോദ്യം ചെയ്തു. സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അവിടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നത് സംശയകരമായ സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു തവണ ചോദ്യം ചെയ്ത് കഴിഞ്ഞു, രണ്ടാമത്തെ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു. അങ്ങനെ അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതൊക്കെ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിരിക്കുന്ന പ്രതികരണം പാകിസ്ഥാനെതിരെ അതിശക്തമായ വാക്കുകളാണ്. തെമ്മാടിക്കൂട്ടം എന്ന് പറയുന്നു. ഭീകരർക്ക് പണവും ആയുധവും നൽകി സഹായിക്കുന്ന അവരാണ് പാകിസ്ഥാൻ എന്നുള്ള കൃത്യമായ പ്രതികരണം ഇന്ത്യ നടത്തുമ്പോൾ അവിടെ റഷ്യയുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്. എത്രത്തോളം ലോകരാഷ്ട്രങ്ങൾ നമ്മളെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ ആക്രമണം നടന്ന ഘട്ടത്തിൽ നമ്മളെ അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പിന്തുണച്ചിരുന്നു. അമേരിക്കയുടെ പ്രതികരണം ആദ്യത്തെ ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന് പറയുമ്പോൾ 26 ജീവനുകൾ പൊലിഞ്ഞ ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യ ഒരു ആക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ എത്രത്തോളം അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നറിയില്ല. കാരണം രണ്ടാമത്തെ പ്രതികരണമായപ്പോഴേക്കും അമേരിക്ക ഒന്ന് മയപ്പെടുത്തുന്നുണ്ട്. കാരണം 2 രാജ്യങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന രൂപത്തിൽ അവിടെയും ഇവിടെയും തൊടാത്തൊരു നിലപാട് എടുക്കുന്നുണ്ട്. അതേസമയം റഷ്യ കൃത്യമായും ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ള സൂചന നൽകുന്നു. അത് പല കരാറുകളും പലതരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെയും തുടർച്ചയായിട്ട് വേണം അതിനെ കാണാൻ. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഈ ഫൈറ്റർ ജെറ്റുകൾ കൂടുതൽ വാങ്ങുന്ന പാകിസ്ഥാനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു കച്ചവടത്തിൻ്റെ സാഹചര്യം കൂടി അവിടെ നിൽക്കുന്നതുകൊണ്ട് എങ്ങും തൊടാതെയുള്ള മറുപടി പറയുന്നു. നമ്മളെ സംബന്ധിച്ച് ആണവ ശക്തിയുള്ള 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് നമുക്ക് അഭികാമ്യമായ ഒരു കാര്യമല്ല. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. യുദ്ധം എന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ച് മറുപടി നൽകുക എന്നുള്ളതാണ്. ആ മറുപടി ശക്തമായിരിക്കണം എന്നുള്ളത്, അതാണ് രാജ്യം ഒന്നാകെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത്. ആ മറുപടി എന്ന് പറയുന്നത് ജലതന്ത്രത്തിലൂടെ ഒരു ശക്തമായ മറുപടി ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അതിനകത്ത് തന്നെ വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് ആളുകൾക്കിടയിൽ എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അവിടെ വടക്കൻ പാകിസ്ഥാനിൽ ഗിൽജിത്ത് ബൾട്ടിസ്ഥാനിലൊക്കെ തെരുവുകളിൽ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു. വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പലയിടത്തും വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ആഭ്യന്തരമായി അസ്ഥിരത ആദ്യമേ ഉണ്ടായിരുന്നു, അതൊന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്ന നടപടി, ഈ പാക് വിദേശകാര്യമന്ത്രിയുടെ എക്സ് അക്കൗണ്ട് ഇവിടെ ഫ്രീസ് ചെയ്തു. കാരണം പല തെറ്റായ വിവരങ്ങൾ ഇങ്ങനെ നൽകുന്നു, അത് ഇന്ത്യയിലേക്കും എത്തുകയാണല്ലോ. ഇന്ത്യ അവിടെ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ വരികയാണ് എന്ന രൂപത്തിൽ അവിടെ ഭയപ്പാട് സൃഷ്ടിക്കുന്നുണ്ടായാൽ പല രൂപത്തിലുള്ള പ്രതികരണം നടത്തുന്നു. അപ്പോൾ നമ്മളത് അക്കൗണ്ട് ഇപ്പോൾ ഇവിടെ തൽക്കാലം മരവിപ്പിച്ചിരിക്കുന്നു. പല തലത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ വന്നു, പല കരാറുകൾ റദ്ദാക്കി. അപ്പോൾ അതിലൂടെ നമ്മൾ നയതന്ത്ര തലത്തിലൊരു ശക്തമായ മറുപടി നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയുണ്ടാകും. അതോടൊപ്പം തന്നെ ലോകരാഷ്ട്രങ്ങളെ പിന്തുണ ആർജിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തിരിച്ചടി നൽകേണ്ടതുണ്ട്. പക്ഷേ അതൊരു യുദ്ധത്തിൻ്റെ രൂപത്തിലാകരുത്. ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു തീരുമാനം, ചാര സോഫ്റ്റ്വെയർ കൈവശം വെക്കാം എന്ന് പറയുന്നു. പക്ഷേ അത് എന്തിനു ഉപയോഗിക്കണം, പെഗസസ് എന്തിനു ഉപയോഗിക്കണമെന്നുള്ളത്, അതെ, ആർക്കെതിരെ ഉപയോഗിക്കുമെന്നുള്ളത് ആശങ്കയുണ്ടാക്കുന്നു എന്ന് കോടതി പറയുന്നു. പക്ഷേ അത് ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ നമുക്കത് നമ്മുടെ ശത്രുക്കൾക്കെതിരെ ഉപയോഗിക്കാം എന്നുള്ളത് എൻ്റെ ഒരു സമ്മതമായിട്ട് അതിനെ വേണമെങ്കിൽ കാണാം. അപ്പോൾ അത്തരത്തിൽ കോടതിയിൽ നിന്നും അനുകൂലമായൊരു തീരുമാനം
വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ രാജ്യം എന്തായാലും മറുപടി നൽകണം എന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. പക്ഷേ രാജ്യത്തോട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ, പ്രധാനമന്ത്രി തയ്യാറായിട്ടുണ്ട് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. നമ്മൾക്ക് നേരെ ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നു, ഇവരാണ് ആക്രമണകാരികൾ, നമ്മളിതിനെ ഇങ്ങനെയാണ് ചെറുക്കാൻ പോവുക എന്നൊരു കൃത്യമായ പ്രതികരണം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് ചേർത്ത് അവരും കൂടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയാണ് പറയേണ്ടത്. അങ്ങനെ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. മുംബൈ ആക്രമണത്തിന് തൊട്ട് പിറ്റേ ദിവസം മൻമോഹൻ സിംഗ് മഴയുണ്ടായിരുന്നു, കുട ചൂടിക്കൊണ്ട് നിന്നുകൊണ്ടാണ് മാധ്യമങ്ങളോട് ഇതൊരു ടെറർ അറ്റാക്കാണെന്ന് വിശദീകരിച്ചത്. അത് വിശദീകരിക്കുമ്പോഴുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു, അപ്പോൾ നമുക്ക് രാജ്യം ഒന്നാകെ ഒരു സംശയമില്ല, എന്താണ് എങ്ങനെയാണ് എന്നുള്ള സംശയം വരുന്നില്ല, നമുക്ക് കൃത്യമായ മറുപടി കിട്ടുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ഒരുമിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ഇതിപ്പോൾ ഈ സർവകക്ഷി യോഗത്തിലായാലും പ്രധാനമന്ത്രി പങ്കെടുത്തിട്ടില്ല. ഇപ്പോൾ ഇത്രയും ഉന്നതതല യോഗങ്ങൾ നടക്കുന്നു, RSS മേധാവി അടക്കം ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നു. പ്രതിപക്ഷം കുറേ ദിവസങ്ങളായി പറയുന്നു പാർലമെന്റ് സെഷൻ വിളിക്കണമെന്ന്. അതിലൊരു തീരുമാനം പുറത്തേക്ക് പറഞ്ഞിട്ടില്ല. വിളിക്കുമായിരിക്കും, പക്ഷേ അതിന്മേൽ ഇതുവരെ ഒരു പ്രതികരണം പറഞ്ഞിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട അവസ്ഥയാണ്. ഒറ്റക്കെട്ടായി നിൽക്കാൻ കേന്ദ്രവും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് മുന്നോട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. യുദ്ധം എന്നുള്ളത് അഭികാമ്യമല്ല, പക്ഷേ മറുപടി സൈന്യത്തിന് എന്തും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സൈന്യത്തിന് കൃത്യമായിട്ട് അറിയാം എവിടെ വെച്ച് എങ്ങനെ കൊടുക്കണമെന്നുള്ളത്. അതിലേക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി സൈന്യത്തിൻ്റെതായ തീരുമാനത്തിൽ ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരിച്ചടിക്കൊരുങ്ങുമോ എന്നാണ് ചോദ്യം. തിരിച്ചടിക്കൊരുങ്ങുകയാണ് ഇന്ത്യ എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. പക്ഷേ അത് ഒരിക്കലും ഒരു പൂർണ്ണ യുദ്ധമാവില്ല എന്നതാണ് ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നത്. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, എന്താണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന വിവരം അനുസരിച്ച് സൈന്യത്തിന് പൂർണ്ണ ഓപ്പറേഷണൽ ഫ്രീഡം കൊടുത്തിരിക്കുന്നു പ്രധാനമന്ത്രി എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള എല്ലാ സൈനിക നീക്കങ്ങൾക്ക് തൊട്ടുമുമ്പായും ഉന്നതതല യോഗത്തിനു ശേഷം സുരക്ഷാ ചുമതലയുള്ള മന്ത്രിസഭ ആ തീരുമാനമെടുത്ത് സൈനിക വിഭാഗങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം നൽകലാണ് പതിവ്. ആ രീതി ഇവിടെയും കാണുന്നു. ഇതേ രീതി തന്നെയാണ് 2016 ഉറിക്ക് ശേഷം നടത്തിയ സർജിക്കൽ ആക്രമണത്തിൽ നമ്മൾ കണ്ടത്, 2019 പുൽവാമയ്ക്ക് ശേഷം നടന്ന ആക്രമണത്തിൽ നമ്മൾ കണ്ടത്. തുടർച്ചയായി ഉള്ള ആക്രമണങ്ങളിൽ പാകിസ്ഥാനെ നമ്മൾ നേരിടുമ്പോൾ, പ്രതിരോധം തീർക്കുമ്പോൾ സൈന്യത്തിന് പൂർണ്ണമായിട്ടുള്ള ഓപ്പറേഷണൽ ഫ്രീഡം കൊടുക്കുന്നത് ഒരു രീതിയാണ്. ആ രീതിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ്. പക്ഷെ അതൊരിക്കലും ഒരു പൂർണ്ണമായ തോതിലുള്ള യുദ്ധമായിരിക്കില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ 2016 ഉറിക്ക് ശേഷം സംഭവിച്ചതുപോലെയോ 2019 പുൽവാമയ്ക്ക് ശേഷം സംഭവിച്ചതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആകാനുള്ള സാധ്യതയും കുറവാണ്. ഒരുപക്ഷെ ടാർഗറ്റഡ് അസാസിനേഷൻസ് ആകാം. അതായത് ലക്ഷ്യങ്ങളിൽ ചെന്ന് ആരെയാണോ വധിക്കേണ്ടത് അവരെ വധിച്ച് വളരെ പെട്ടെന്ന് തിരിച്ചു മടങ്ങേണ്ടി വരുന്ന ഒന്നായിരിക്കാം ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് ഇതുവരെ ഈ സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാടുകൾ? ഞാൻ ഈ സർക്കാർ ഇതുവരെയും ഈ നിമിഷം വരെയും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സ്വീകരിച്ച പ്രതിരോധ നീക്കത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. കാര്യം അത് വളരെ മാതൃകാപരമായ നീക്കമാണ് ഇതുവരെയും ചെയ്തിരുന്നത്. നോക്കൂ, ആദ്യം സംയമനം, റീസ്ട്രെയിൻസ്, പരമാവധി സംയമനം സ്റ്റേറ്റ് പാലിച്ചു. പ്രതിരോധ വകുപ്പ് മന്ത്രിയോ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററോ ഏതെങ്കിലും പട്ടാള ഉദ്യോഗസ്ഥനോ പാകിസ്ഥാനിൽ പറഞ്ഞതുപോലെ പ്രകോപനപരമായ ഒരു വാക്കുപോലും ഇന്ത്യൻ സ്റ്റേറ്റിൽ നിന്ന് ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രി 2 പ്രസംഗങ്ങളിൽ പങ്കെടുത്ത് ഏതെങ്കിലും തരത്തിൽ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും നടത്തിയിട്ടില്ല. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ പറയാതെ, ഏതെങ്കിലും തരത്തിൽ കലിമയെന്ന വാക്കുപോലും പറയാതെ വളരെ സംയമനത്തോടുകൂടി പ്രധാനമന്ത്രിയും ഈവൻ RSSൻ്റെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് പോലും നമ്മുടെ ടൂറിസ്റ്റുകളെ ആക്രമിച്ചവർക്ക് തക്കതായ മറുപടി കൊടുക്കണം എന്ന നിലയിലുള്ള പക്വമായ പ്രതികരണമാണ് ഉണ്ടായത്. അപ്പോൾ റീസ്ട്രെയിൻസ് എന്നുള്ളത് ഒന്ന്, സംയമനം പാലിച്ചത് ഇന്ത്യൻ സ്റ്റേറ്റ് കാണിച്ച മാതൃകാപരമായ ഒരു കാര്യമാണ്. രണ്ടാമത്തത് നോക്കൂ, അതിൽ വലിയ രീതിയിൽ ഒരു ക്ഷമ നമ്മൾ കാണിച്ചു. മിലിറ്ററി പേഷ്യൻസ് എന്നുള്ളത് ഇത്തരം ഓപ്പറേഷൻസിന് ആവശ്യമാണ്. വിദഗ്ധരെല്ലാവരും പറയുന്നത് നമ്മളുടേത് ഒരു കോൾഡ് സ്ട്രാറ്റജിയാണ്, കോൾഡ് വാർ സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയും. എന്താണ് കോൾഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്? ഒരു ഓൾ ഔട്ട് വാറിലേക്ക് പെട്ടെന്ന് സൈനിക നീക്കം നടത്തി പാകിസ്ഥാനെ ഇന്ത്യ ആക്രമിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി വരുത്തുന്ന രീതിയല്ല ഇന്ത്യൻ ആർമി കാലങ്ങളായിട്ട് സ്വീകരിച്ചു വരുന്നത്. പകരം അതിനെ പറയുന്ന പേരാണ് ഒരു കോൾഡ് സ്ട്രാറ്റജി എന്നാണ് പറയുക. ഈ ശീത സമരരൂപം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അന്തർദേശീയ സമൂഹത്തിൻ്റെ പിന്തുണ ആർജിക്കുക ഒന്ന്, 2 ഏതെങ്കിലും തരത്തിലൊരു മിലിറ്ററി ഓപ്പറേഷൻ ഉണ്ടാക്കുന്നു എന്ന പെട്ടെന്നുള്ളൊരു ധാരണ കൊടുത്ത് പാകിസ്ഥാനിൽ നിന്ന് ഒരു തിരിച്ചടി ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് 2, 3 സർപ്രൈസ് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്, 4 ആ ടെറൈൻ ഏതാണ് എന്നുള്ളത് ഒരിക്കലും അവരെ ബോധ്യപ്പെടുത്താതിരിക്കുക. അപ്പോൾ വലിയ രീതിയിൽ മാധ്യമങ്ങൾക്കോ മറ്റേതെങ്കിലും മീഡിയയ്ക്കോ ഈവൻ റഡാറുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്ര വേഗത്തിൽ സ്വിഫ്റ്റായിട്ട് സർജിക്കൽ ഓപ്പറേഷൻസ് നടത്തി തിരിച്ചു മടങ്ങുന്ന ഒരു കോൾഡ് സ്ട്രാറ്റജിയാണ്, ഒരു കോൾഡ് വാർ സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ട്രാറ്റജി ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധസമാനമായ സ്ട്രാറ്റജി അല്ല എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യയുടെ ഈ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി? പാകിസ്ഥാൻ സ്വയം കുഴിച്ച കുഴിയിൽ വീണു.
ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഒന്ന് എടുത്തു നോക്കിയാൽ പാകിസ്ഥാൻ്റെ അബദ്ധങ്ങൾ എണ്ണി എണ്ണി പറയാം. നമ്മൾ ഈ കാണിച്ച പേഷ്യൻസ് കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു, നമ്മൾ ഒരു തിരിച്ചടി നൽകും എന്ന് പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയല്ലേ സ്കൈ ന്യൂസിൽ വന്നിരുന്നു പറഞ്ഞത്, വെസ്റ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദശകങ്ങളിൽ നമ്മൾ ഈ ഡേർട്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ വൃത്തികെട്ട പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതു പണി? തീവ്രവാദികളെയും ചാരന്മാരെയും വളർത്തിയെടുക്കുന്ന പണി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് ഈ വേളയിലാണ് ഒരു പ്രതിരോധ വകുപ്പ് മന്ത്രി പറഞ്ഞത്. അതിൽ നിന്ന് തന്നെ എത്രമാത്രം ഡെസ്പറേറ്റ് ആണ് അവരുടെ നീക്കമെന്നറിയാം. 2, നമ്മൾ ഈ ഇൻഡസ് റിവർ ട്രീറ്റ് സസ്പെൻഡ് ചെയ്തപ്പോൾ സിംല കരാർ റദ്ദാക്കിക്കൊണ്ടാണ് അവർ തിരിച്ചടിക്കാൻ ശ്രമിച്ചത്. സിംല കരാർ പാകിസ്ഥാന് വേണ്ടിയിട്ട് ഇന്ത്യ കൊടുത്തൊരു ഔദാര്യമായിരുന്നു. ആ ഔദാര്യം വേണ്ടെന്ന് വെച്ചതോടുകൂടി പ്രതിരോധത്തിലായത് പാകിസ്ഥാനാണ്. ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് ഇന്ത്യ ഒരടി മുന്നോട്ട് പോയാൽ ഇനി ഏത് കരാർ വെച്ച് പാകിസ്ഥാനെ പ്രതിരോധിക്കാൻ പറ്റും? മറ്റേതെങ്കിലും ലോകരാജ്യങ്ങളുടെ സഹായം, ഇതിലൊരു ആർബിട്രേഷൻ ഇന്ത്യ തേടിയാൽ പാകിസ്ഥാൻ ഏത് കരാർ ഉപയോഗിച്ച് ഇത് തടുക്കാൻ കഴിയും? അപ്പോൾ അക്കാര്യത്തിലും പാകിസ്ഥാൻ വീഴ്ച പറ്റി. മൂന്നാമത്തതോ വ്യോമ ഗതാഗതം പൂർണ്ണമായിട്ടും വ്യോമപാത അടച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ നീക്കം. നോക്കൂ, ഇതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പാകിസ്ഥാൻ കാണിച്ച ഏറ്റവും മണ്ടത്തരം അടുത്തൊരു കാര്യമാണ്. ഒരു ദിവസം അവർക്ക് നഷ്ടമാവുന്ന എത്രയെന്നറിയാമോ? ഓവർ ഫ്ലൈറ്റ് ഫീസ് എന്ന ഇനത്തിൽ, അതായത് പാകിസ്ഥാൻ്റെ വ്യോമപാത ഉപയോഗിക്കുന്നത് മൂലം പാകിസ്ഥാന് ഒരു ദിവസം ശരാശരി $3 ലക്ഷം നഷ്ടമാവുന്നത് ഓവർ ഫ്ലൈറ്റ് ഫീ എന്ന ഇനത്തിൽ മാത്രം. ആകപ്പാടെ സാമ്പത്തികമായി തകർന്നുകൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ധാരാളം പണം കടമെടുത്ത് വളർച്ച നിരക്ക് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായി മാറുകയാണ്. അടുത്തതാ, ക്ഷമയോടുകൂടി ഇന്ത്യയുടെ അടുത്ത നീക്കം വിജയം കാണുകയാണ്. നമ്മൾ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്തതിലൂടെ പാകിസ്ഥാനിൽ എന്താ, പാകിസ്ഥാൻ വെള്ളമൊന്നും കിട്ടാതായിട്ടില്ല. പക്ഷേ പാകിസ്ഥാനിൽ നിങ്ങൾ സിന്ധ് പ്രവിശ്യയിലേക്കൊന്ന് നോക്കൂ. സിന്ധും പഞ്ചാബും തമ്മിലുള്ള ജനങ്ങൾ തമ്മിൽ അവിടെ പരസ്പരം കലഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഗിൽജിത്ത് ബാൾട്ടിക് മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും പ്രക്ഷോഭവും നടക്കുകയാണ്. അവർ പറയുന്നത് ഇന്ത്യ സർക്കാരിനെതിരെയാണ് എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. പാകിസ്ഥാൻ സർക്കാർ അൺപോപ്പുലറായ ഒരു സർക്കാരാണ് പാകിസ്ഥാനിലുള്ളത്, നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സർക്കാരിനെതിരെ സിന്ധിലെ പഞ്ചാബിലെയും പ്രവിശ്യയിലെ ജനങ്ങൾ തമ്മിൽ അവിടെ വലിയ രീതിയിലുള്ളൊരു സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. മാത്രമല്ല, അവർ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ സിസ്റ്റം വന്നപ്പോൾ കൂടുതൽ ക്രിട്ടിക്കലായിട്ട് മാറുക. കാരണം എന്താ, ഈ സിന്ധ് പ്രവിശ്യയിൽ മാത്രം 6 കനാലുകൾ, ഈ 6 കനാൽസ് എന്നാണ് അതിൽ പറയുന്നത്, ഈ പാകിസ്ഥാൻ ആർമി തയ്യാറാക്കുന്നുണ്ട്. നമ്മൾ കേട്ടുകേൾവിയില്ല. ഇന്ത്യയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലാഭം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ് നമ്മുടെ ഇന്ത്യൻ ആർമി നേരിട്ട് നടത്താറുണ്ടോ? പാകിസ്ഥാനിൽ ആർമി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പണി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് 6 കനാൽ വ്യൂഹം അവർ നിർമ്മിച്ചിരിക്കുന്നത്. സിന്ധിലെ കർഷകർ ഈ കനാൽ വ്യൂഹത്തിനെതിരെ, പാകിസ്ഥാൻ ആർമിക്കെതിരെ, പാകിസ്ഥാൻ സർക്കാരിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ക്ഷമയോടുകൂടിയുള്ള നീക്കത്തിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ അകമേ തന്നെ ദ്രവിച്ചു തുടങ്ങുന്നു, ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ടാണ് അസീം മുനീറിൻ്റെ ഭാര്യയും കുടുംബത്തെയും വിമാനത്തിൽ കയറ്റി വിദേശ രാജ്യത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത പ്രധാനപ്പെട്ട നീക്കം, മൂന്നാമത്തെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം എന്ന് പറയുന്നത്, നമ്മൾ ഡിപ്ലോമാറ്റിക് കോപ്പറേഷൻ പൂർണ്ണമായിട്ടും ഇന്ത്യ ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ചൈനയും തുർക്കിയും ഒഴികെ മിക്കവാറും എല്ലാ രാജ്യങ്ങളുടെയും, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ്റെ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ഈ വിഷയത്തിൽ ഇന്ത്യ ഉറപ്പാക്കി. എന്തിനേറെ, ഇന്ത്യയുമായി ഇടഞ്ഞു നിൽക്കുന്ന കാനഡയിലെ പ്രധാനമന്ത്രിക്ക് പോലും, കാർണിക്ക് പോലും ഈ വിഷയത്തെ അപലപിച്ച് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിപ്ലോമാറ്റിക്കായി, നയതന്ത്രപരമായി ഇന്ത്യ നേടിയിരിക്കുന്ന വിജയവും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. താലിബാൻ ഭരണകൂടം പോലും പറഞ്ഞു പാകിസ്ഥാനാണ് ഈ പണി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പാകിസ്ഥാൻ ചൈനയുടെയും തുർക്കിയുടെയും മാത്രം ബലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഐക്യരാഷ്ട്രസഭയിൽ മാത്രമാണ് ഇന്ത്യക്ക് പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രതികരണം ലഭ്യമാകാതെ പോയത്. കാരണം അവിടെ ദുർബലമായൊരു പ്രതികരണമാണ് ഐക്യരാഷ്ട്രസഭയിൽ നിന്നുണ്ടായത്. അപലപിച്ചത് വളരെ ദുർബലമായ ഭാഷയിലാണ്. അതിൻ്റെ കാരണം എന്താ? ചൈനയുണ്ട്. കാര്യം ദുർബലമല്ലാത്ത ഭാഷയിൽ പാകിസ്ഥാൻ്റെ പേരെടുത്ത് പറഞ്ഞാൽ ചൈന വീറ്റോ ചെയ്യും. പെർമനന്റ് മെമ്പറാണ്. പാകിസ്ഥാനോ അവിടെ നോൺ പെർമനന്റ് മെമ്പറാണ്, ഇപ്പോഴത്തെ ഇലക്റ്റഡ് മെമ്പറാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഐക്യരാഷ്ട്രസഭ ദുർബലമായി അപലപിച്ചപ്പോൾ ഇന്ന് ഇന്ത്യയുടെ UN-ലുള്ള പ്രതിനിധി ഈ യോജന പട്ടേൽ വളരെ കൃത്യമായ ഭാഷയിലല്ലേ പറഞ്ഞത്, പാകിസ്ഥാൻ ഒരു റഫ് സ്റ്റേറ്റ് ആണ്, പാകിസ്ഥാൻ ഒരു മര്യാദകെട്ട രാഷ്ട്രമാണ് എന്ന കടുത്ത ഭാഷയിൽ പറയാനും നമ്മൾ ഈ അവസരം ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ പാകിസ്ഥാനെ പൂർണ്ണമായും തുറന്നു കാണിച്ചു. 16ഓളം ലോക നേതാക്കളോട് നരേന്ദ്രമോദി നേരിട്ട് തന്നെ വിളിച്ച് തെളിവ് സഹിതം ആരാണ് ഹഷീം മൂസ, ആരാണ് അലി ഭായ്, എന്താണ് ഈ റെസിസ്റ്റൻസ് ഫ്രണ്ട്, എന്താണ് ലഷ്കർ ഇ തോയ്ബ, എന്താണ് ഇവരുടെയൊക്കെ പങ്ക് എന്നുള്ളത് കൃത്യമായി തെളിവ് സഹിതം, ഫോറൻസിക്കിൻ്റെ തെളിവ് സഹിതം കാര്യങ്ങൾ വിശദീകരിച്ച് അന്തർദേശീയ സമൂഹത്തിൻ്റെ ഒരു പിന്തുണ കൂടി ഉറപ്പാക്കി. ഇത്രയും ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷമാണ് സംയമന
സംയമനത്തോടെയുള്ള പ്രതികരണം, ക്ഷമയോടുകൂടിയുള്ള പ്രതിരോധ നീക്കം, 3 അന്തർദേശീയ സഹകരണം ഉറപ്പാക്കത്തക്ക രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള എഫേർട്ടുകൾ, ഇതെല്ലാം എടുത്തതിന് ശേഷമാണ് ഇന്നിപ്പോൾ കരസേനാ മേധാവിയുടെയും സംയുക്ത സേനാ മേധാവിയുടെയും ഒക്കെ യോഗം വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾ നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു. എവിടെ തിരിച്ചടി കൊടുക്കണം, എങ്ങനെ തിരിച്ചടി കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. മറ്റൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈനികേതരമായിട്ടുള്ള നീക്കങ്ങൾ പാകിസ്ഥാനിൽ വലിയ സാമ്പത്തിക പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. 1 കിലോ അരിക്ക് ഇന്ന് പാകിസ്ഥാൻ മാർക്കറ്റിൽ എത്രയാ വിലയെന്നറിയോ? പാകിസ്ഥാൻ റുപ്പി 340 രൂപയാണ്. 1 കിലോ ചിക്കന് 800 രൂപയാണ് പാകിസ്ഥാനിൽ. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ 4.2 ട്രില്യൺ US$ അടുത്തേക്ക് വരില്ല പാകിസ്ഥാൻ്റെ എക്കണോമി എന്ന് പറയുന്നത്. 10-1 താഴെയാണ്. 384.2 ബില്യൺ മാത്രമാണ് US-നെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക നില എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പാകിസ്ഥാനെ അകമേ ദ്രവിപ്പിക്കത്തക്ക രീതിയിൽ, അകമേ ദുർബലമാക്കത്തക്ക രീതിയിലുള്ള ഒരു കോൾഡ് സ്റ്റാർട്ട് സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ തുടങ്ങിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ശീതത്തുടക്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഒരു എഫക്റ്റീവായ ഒരു രീതിയാണ്. കാരണം പാകിസ്ഥാൻ്റെ കയ്യിൽ ആണവ പോർമുനകളുണ്ട്, അത് നമുക്കറിയാം. ആണവ പോർമുനകൾ 200 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മിസൈലിൽ നിങ്ങൾക്ക് തൊടുത്തു വിട്ടാൽ ഇന്ത്യൻ അതിർത്തിയിൽ വന്ന് വീഴും. അതുണ്ടാക്കുന്ന നഷ്ടം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോകാതെ, ആണവ പോർമുനകളുള്ള പാകിസ്ഥാനെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നയിക്കാതെ ടാർഗറ്റഡ് അസാസിനേഷനിലേക്ക് നമ്മുടെ ഇന്ത്യൻ ആർമി പോകും. ഉറിക്കു ശേഷം, പുൽവാമയ്ക്കു ശേഷം ഇന്ത്യ മറ്റൊരു മിലിറ്ററി ഓപ്പറേഷന് തയ്യാറെടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ രൂപവും ഭാവവും തീയതിയും എല്ലാം ഇനി ഇന്ത്യൻ സേന തീരുമാനിക്കും എന്നുള്ളതാണ്. ഇത് വേണ്ടതാണ്. കാരണം ഇത് ഇന്ത്യൻ ജനതയ്ക്ക് കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. കാശ്മീരികൾക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം ചെറുതായിരിക്കില്ല. പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന കാശ്മീരിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ആത്മവിശ്വാസം നമുക്ക് കൊടുക്കണം. ഇത് 83ഓളം കേന്ദ്രങ്ങളിൽ 48 അടച്ചുപൂട്ടുന്ന അവസ്ഥയിലാണ്. സുരക്ഷാ കാരണങ്ങളെ മുൻനിർത്തിയാണ്. കാശ്മീരി ജനതയ്ക്ക് ഒരു ദിവസം അവർക്ക് ഈ വിനോദസഞ്ചാരികൾ വന്നില്ലെങ്കിൽ അവരുടെ വീട്ടിൽ അടുപ്പ് പുകയില്ല, ആ അവസ്ഥയാണ്. അപ്പോൾ ഈ കോൺഫിഡൻസ് കൊടുക്കണമെങ്കിൽ ഈ ഓപ്പറേഷൻ അനിവാര്യമാണ്. അതുകൊണ്ട് തിരിച്ചടിക്ക് ഒരുങ്ങുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാത്രിയിൽ, അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സൈന്യം വളരെ കൃത്യമായി ടാർഗറ്റഡ് അസാസിനേഷനിലേക്ക് പോയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ടൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നമ്മൾ പോകില്ല. പക്ഷേ പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ കൃത്യമായി ചിട്ടയോടുകൂടിയുള്ള ഒരുക്കങ്ങളാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഈ നിമിഷം വരെയും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എൻ്റെ ഈ വിഷയത്തിലെ അഭിപ്രായം. ആൻഡ്രൂ അഗസ്റ്റിലേക്ക് വന്നാൽ, ആൻഡ്രൂ അഗസ്റ്റിൻ, പാകിസ്ഥാനെ പരമാവധി പ്രകോപിപ്പിക്കുന്നുണ്ട്, പാകിസ്ഥാൻ പരമാവധി മണ്ടത്തരങ്ങൾ കാണിക്കുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ആ സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഇനി ഒരു പൂർണ്ണ യുദ്ധത്തിലല്ലാതെ നമ്മളുടെ സൈനിക ശേഷി വ്യക്തമായി മനസ്സിലാക്കത്തക്ക രീതിയിൽ പുൽവാമയ്ക്ക് ശേഷമുള്ളൊരു വലിയ തിരിച്ചടിക്കാണോ തയ്യാറെടുക്കുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യ തിരിച്ചടിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഏറ്റവും ഉയർന്നു വന്നത് തിരിച്ചടിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നു വന്നപ്പോൾ വളരെ പക്വതയോടുകൂടിയാണ് ഇന്ത്യ പെരുമാറിയിട്ടുള്ളത്. കാരണം ആദ്യം ഇന്ത്യ ചെയ്തെന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ അവരുടെ പിന്തുണ നേടുക എന്നുള്ളത്, പ്രത്യേകിച്ച് G20 രാജ്യങ്ങളുടെ പിന്തുണ നേടുക. 16ഓളം രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി സംസാരിക്കുക, പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ ഇവിടെയുള്ള ഇന്ത്യൻ മറ്റുള്ള രാജ്യങ്ങളുടെ അംബാസഡർമാരെ നേരിട്ട് വിളിച്ചു വരുത്തി അവരോട് ഇന്ത്യയിലുള്ള പ്രതിനിധികളെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുകയും അവരുടെ പിന്തുണ നേടുകയും ചെയ്യുക. അങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിപരമായ നീക്കമാണ് ഇന്ത്യ എല്ലാ പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇപ്രാവശ്യം ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യ എപ്പോഴും ചെയ്യുക എന്ന് പറയുന്നത്, ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി ഏത് കാലത്താണെങ്കിലും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അത് തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ചെയ്തത്. കാരണം പ്രധാനമന്ത്രി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കിപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാൻ ഇങ്ങനെ ഇന്ത്യ പേടിച്ചാൽ തന്നെ, ഇങ്ങനെ ചെയ്യുമെന്ന് ചിന്തിച്ചാൽ തന്നെ പാകിസ്ഥാൻ വിറയ്ക്കും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളും എല്ലാം പറയുമ്പോൾ തന്നെ അവിടെ ആകെ പ്രശ്നമാകുകയാണ്. അപ്പോഴത്തേക്കും അവിടെ വിലക്കയറ്റം കൂടി, അവിടെ ജനങ്ങൾ തമ്മിലടിക്കാൻ തുടങ്ങി. കാരണം നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മളിങ്ങനെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ പോലും അതുപോലും സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങളിൽ പാകിസ്ഥാൻ്റെ മുഖം കൂടുതൽ വികൃതമായി എന്നുള്ളതാണ്. അവരെ എങ്ങനെ മോശക്കാരാക്കി എന്നുള്ളത് അവർക്ക് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് ഐക്യരാഷ്ട്രസഭയിൽ ഒരു രാജ്യം തെമ്മാടി രാജ്യം എന്ന് പറയുമ്പോൾ പോലും മിണ്ടാൻ ആളില്ല എന്നുള്ളതാണ്. ഒരു രാജ്യം വളരെ മോശമായി അഭിസംബോധന ചെയ്യുമ്പോൾ മറ്റുള്ള രാജ്യങ്ങളെ എതിർക്കേണ്ടതാണ്. ഒരാൾ പോലും എതിർത്തില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവർ വലിയ പ്രതിസന്ധിയാണ് ഈ സമയത്ത് പാകിസ്ഥാൻ നേരിടുന്നുള്ളത്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയുടെ മക്കൾ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ മരിച്ചവരെ വരെ തിരിച്ചടിയെ പണ്ടും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നും ഇന്നലെയൊന്നുമല്ല. ഒരു അറ്റാക്ക് അവിടുന്ന്, ഒരു വെടിവെപ്പ് അവിടെ നടക്കുമ്പോൾ ഇവിടുന്ന് 3 വെടിവെപ്പ് തിരിച്ച് നടക്കുന്നു. പണ്ടും അങ്ങനെ തന്നെയാണല്ലോ ഇന്ത്യ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഡൗട്ടും വേണ്ട. ഇന്ത്യയുടെ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാരമാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനം. അവിടെ സാധാരണ ജനങ്ങളുടെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്? ഈ വിനോദസഞ്ചാരമാണ്. ആ വിനോദസഞ്ചാരം
വിനോദസഞ്ചാരത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് എത്രയും പെട്ടെന്ന് ആ പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളതാണ് അവരെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങളും ഇന്ത്യയുടെ ഒപ്പം സർക്കാരിൻ്റെ ഒപ്പം തന്നെയാണ്. ഒരു ഭിന്നസ്വരം പോലും നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് കേട്ടില്ലല്ലോ, ഇന്ത്യയിൽ നിന്ന് കേട്ടില്ലല്ലോ, ഒരു ഭിന്നസ്വരം പോലും കാശ്മീരിൽ നിന്ന് കേട്ടിട്ടില്ലല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും ഒരുപോലെ നിന്നിട്ട് എന്താണ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിലും പ്രധാനമന്ത്രിക്കും നമ്മുടെ മന്ത്രിസഭയ്ക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി ചെയ്ത പൂർണ്ണ അനുവാദം കൊടുക്കുകയാണ് സൈന്യത്തിൽ ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ പൂർണ്ണ അനുവാദം കൊടുക്കലാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത്. എന്നാൽ സൈന്യമാണ് തിരിച്ചടിക്കേണ്ടത്. കാരണം ഒരു യുദ്ധം പ്രഖ്യാപിക്കാമെന്ന് ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു 4 ഭീകരർ വന്ന് കുറേ ആൾക്കാർ വെടിവെച്ചത് കൊണ്ട് ഒരു രാജ്യത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന പറഞ്ഞൊരു ശ്ലാഘനീയമായ കാര്യം തന്നെയല്ല. പക്ഷേ അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു രാജ്യം അതിന് വെള്ളവും കൊടുത്ത് വളർത്തുക എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യമാണ്, ഇന്ത്യയുടെ ആവശ്യമാണ്. അത് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് എപ്പം എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് സൈന്യമാണ്. അത് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സൈന്യം മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഓരോ യോഗങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പ്രധാനമന്ത്രി ചേർക്കുന്ന ഓരോ യോഗങ്ങളും കാണുന്ന പാകിസ്ഥാൻ്റെ മുന്നിൽ ഇന്ന് രാത്രി അടിക്കും എന്നുള്ള നിലയ്ക്കുള്ള ഒരു പേടി സമയത്തുണ്ട്. കാരണം അന്നത്തെ ദിവസം തുടങ്ങി നമ്മൾ ആ ആക്രമണം നടങ്ങിയ പിറ്റേ ദിവസം തുടങ്ങി പാകിസ്ഥാൻ്റെ ചർച്ച എന്ന് പറയുന്നത് യുദ്ധം പ്രഖ്യാപിച്ചു എന്നുള്ള നിലയ്ക്കാണ്. ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കും എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അവിടുത്തെ രാജ്യത്ത് നമുക്ക് അങ്ങനെ ഒരു പേടിയില്ലല്ലോ. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരന് പാകിസ്ഥാൻ നമ്മുടെ നേരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു പേടി നമുക്ക് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ മനസ്സിൽ പോലും വന്നിട്ടില്ല. പക്ഷേ നേരെ തിരിച്ചങ്ങനെയല്ല. പാകിസ്ഥാനിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ തിരിച്ചടിച്ചാൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല എന്നുള്ളത് അവർക്കല്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്, അവിടുത്തെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഭാര്യയും മക്കളെ എല്ലാ രാജ്യത്തു നിന്ന് പുറത്തേക്ക് വിടുകയാണ്. അവിടുത്തെ നാഷണൽ മാധ്യമങ്ങൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഫ്ലൈറ്റുകൾ മുഴുവൻ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ഇവരുടെ കുടുംബത്തെയും കൊണ്ടാണ്. കാരണം അവർ പ്രധാനപ്പെട്ടവരെല്ലാവരും ഈ തിരിച്ചടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ ആണവായുധത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. അവരുടെ മുന്നിൽ നമ്മൾ പേടിപ്പിക്കാൻ പറ്റിയ സാധനം ആണവായുധമാണ്. അതിനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അപ്പം ഒരിക്കലും ഇന്ത്യ യുദ്ധം പ്രഖ്യാപിക്കും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ശക്തമായി ഈ തിരിച്ചടി എന്ന് പറയുന്നത് ശക്തമായ തിരിച്ചടിയായിരിക്കും. അത് ലോകരാജ്യങ്ങൾക്ക് കൂടെ മനസ്സിലാകുന്ന രീതിയിലായിരിക്കും തിരിച്ചടിക്കുക എന്നുള്ളതാണ്. അത് അമേരിക്കയ്ക്ക് പിന്നീട് മനസ്സിലാകുന്നുണ്ട്. അമേരിക്ക ആദ്യം പെട്ടെന്ന് കയറി ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തെങ്കിലും ഇത് വലിയ രീതിയിലേക്ക് തിരിച്ചടിക്കുമോ എന്നുള്ളത് പെട്ടെന്ന് പേടിച്ചുപോയി. അപ്പം എന്ത് സംഭവിച്ചു, അത് ഭയപ്പെടുത്തി ആ ശൈലിയിലേക്ക് മാറ്റി. പക്ഷേ റഷ്യ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഉക്രൈൻ വേറെ ഒരു കാര്യം പറഞ്ഞു. ഉക്രൈൻ അവിടെ ഒരു വിമാനം ഇറങ്ങിയപ്പോൾ ഉക്രൈൻ പറഞ്ഞു ഞങ്ങൾ ഒരു സാധനം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത് അല്ലേ. അത് അങ്ങോട്ട് തുർക്കി പറഞ്ഞത് അവിടെ ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, ഞങ്ങൾ ഒരു സാധനം പോലും കൊടുത്തിട്ടില്ല, ഞങ്ങൾ അങ്ങനെ യുദ്ധത്തിന് അനുകൂലമായിട്ട് ഒരു സംവിധാനം. അപ്പം 2-3 ദിവസം മുന്നേ പറഞ്ഞത് തുർക്കി പാകിസ്ഥാന് അനുകൂലമായി പറഞ്ഞു എന്ന് പറഞ്ഞ തുർക്കിയാണ് സെക്കൻഡ് കൊണ്ട് മാറ്റി പറഞ്ഞത്. അങ്ങനെ മാറ്റി പറയാൻ ഒരു കാരണമുണ്ട്. തുർക്കിയുടെ ബദ്ധവൈരിയായിട്ടുള്ള ഗ്രീസ് പറഞ്ഞു ഞങ്ങളുടെ പൂർണ്ണ സഹായവും ഇന്ത്യക്കാണെന്നുള്ളത്. അപ്പോൾ ആകെ ഇതും കൊണ്ട് ഗുണം കിട്ടാൻ ഉദ്ദേശിക്കുന്ന ആകെ ചൈന മാത്രമാണ്. അതെല്ലാ കാലവും ചൈന അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ചൈനേൻ്റെ ഒരു സപ്പോർട്ട് നമ്മൾ ഇന്ത്യയോട് പ്രതീക്ഷിച്ചിട്ടുമില്ല. അതവരങ്ങനെ പറഞ്ഞിരിക്കും. പക്ഷേ വേറെ 10 പടക്കം ചിലവാകും, അത്രേ ഉള്ളൂ. ഇവിടെ തൃശ്ശൂർ പൊട്ടി പോലെ ആയിരിക്കും. അപ്പോൾ അതിനപ്പുറം ഇട്ടാൻ വഴിയില്ല. അപ്പോൾ അതുപോലെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, ഇത്രയുള്ള കാര്യമായിരിക്കും. ഇന്ത്യ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ, ഇന്ത്യയുടെ സർക്കാർ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളൊറ്റ അത് പറഞ്ഞാൽ മതി. നമുക്കത് കേട്ടാൽ മതി. ഞങ്ങളിത് തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ വിശ്വാസത്തിലാണ് നമ്മളിരിക്കുക. നമുക്കിപ്പം ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ നമുക്ക് ആർക്കും തിരിച്ചടിക്കില്ല എന്നൊരു മൈൻഡ് സെറ്റ് ഇല്ലല്ലോ. തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചറിയും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അപ്പം തിരിച്ചടി കൊള്ളാനുള്ള ശേഷി പാകിസ്ഥാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എന്തായാലും 100% ഉറപ്പാണ് തിരിച്ചടിക്കുമെന്നുള്ളത്. ഒരുക്കമോ എന്നാണ് ചോദ്യം. സുജയ, തിരിച്ചടിക്ക് ഒരുക്കമാണ്. പക്ഷേ പാകിസ്ഥാൻ ഇപ്പോൾ പ്രതിപക്ഷം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കില്ല ഈ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. പ്രെഡിക്റ്റബിൾ മെത്തേഡ്സിലാണ് എല്ലാവരുടെയും ചർച്ചകൾ പോകുന്നത്. ഈ പാകിസ്ഥാനി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനലുകൾക്കടക്കം ഇന്ത്യയിൽ വിലക്കുള്ളതുകൊണ്ട് മറ്റ് ഹാൻഡിൽസ് ഷെയർ ചെയ്യുന്ന പാകിസ്ഥാൻ മാധ്യമങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതിലൊക്കെ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണ്. അതായത് മൊസാദിന്റെ സഹായം ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു, അയൺ ഡോംസ് ഒക്കെ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വലിയ രീതിയിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ് ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നത്, അവർക്കറിയാവുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ. അപ്പോൾ അതേ മോഡസ് ഓപ്പറാൻഡി ആയിരിക്കും നടത്തുക എന്ന് പ്രതീക്ഷിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കാത്തിരിക്കുന്നത്. ഏപ്രിൽ 22-ന് തിരിച്ചടിച്ചെങ്കിൽ തൊട്ടടുത്ത ആഴ്ച കഴിയുമ്പോഴേക്കും ബാലാക്കോട്ട് മോഡൽ ഒരു തിരിച്ചടി അതായിരിക്കും ചെയ്യാൻ പോവുക എന്ന് കരുതി ആ രീതിയിലുള്ള വിലയിരുത്തലാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള നരേന്ദ്രമോദിയുടെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുടെയും നീക്കങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സേനാ വിഭാഗങ്ങളെല്ലാം എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരു തിരിച്ചടി ആയിരിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്.
വ്യക്തമാണ്. അപ്പോൾ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്നതാണ് ഒന്നാമത്തെ കാര്യം. പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് സർജിക്കൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ എയർ റെയ്ഡ്സ് അല്ലെങ്കിൽ അതിർത്തിയിൽ ഒരു അശാന്തി പാകിസ്ഥാൻ ഇങ്ങോട്ട് ഉണ്ടാക്കുന്നത് പോലെയുള്ള പ്രകോപനപരമായ ഏറ്റുമുട്ടലിലേക്ക് നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് നമ്മുടെ കരസേന പോകുന്നതാണ് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ മീറ്റിംഗുകൾ പൂർത്തിയാകുമ്പോൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് ഉന്നതതല യോഗങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഹയസ്റ്റ് ലെവൽ മീറ്റിംഗ് ആണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. RSS മേധാവി മോഹൻ ഭാഗവത് അങ്ങനെ എപ്പോഴും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് യോഗങ്ങൾക്ക് വരുന്ന ഒരാളല്ല എന്നതുകൂടി ചേർത്ത് വെച്ച് വേണം നമ്മൾ ആ യോഗത്തിന്റെ ഒരു സിഗ്നിഫിക്കൻസിനെ കാണാൻ. ഇപ്പോഴത്തെ യോഗത്തിൽ 3 പേരാണ് പങ്കെടുക്കുന്നത്. അത് ഈ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള 3 പേരാണ്. RSS മേധാവി മോഹൻ ഭാഗവത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മൂന്നാമത്തെയാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇതിനകം എടുത്തിരിക്കുന്ന തീരുമാനങ്ങളുടെ ഒരു തുടർച്ച അത് നാളത്തെ യോഗത്തിൽ പൂർത്തിയാക്കാനും പോവുകയാണ്. ഇതിന് തൊട്ടു മുൻപ് നടന്ന യോഗത്തിൽ ആരാണ് എന്നതുകൂടി നോക്കൂ. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, NSA അജിത് ഡോവൽ, CDS ജനറൽ അനിൽ ചൗഹാൻ, ആർമി മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി, നേവി ചീഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി, IAFന്റെ ചീഫ് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ്, ഇത്രയും പേർ മാത്രമാണ് ഇതിന് തൊട്ടു മുൻപ് നടന്ന യോഗത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ആ യോഗത്തിന് ശേഷമാണ് നേരത്തെ ഡോക്ടർ അരുണും മാഡവും ഒക്കെ സൂചിപ്പിച്ചതുപോലെ എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാനായിട്ട് സൈന്യത്തിന് അനുമതി കൊടുത്തിരിക്കുന്നത്. അതായത് മോഡ്, ടാർഗറ്റ്, ടൈമിംഗ്, എന്താണ് രീതി, എന്താണ് സമയം, അത് സൈന്യത്തിന് തീരുമാനിക്കാം. അപ്പോൾ ബ്രീഫ് ചെയ്യേണ്ട ആവശ്യകതയില്ല. ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് ബ്രീഫ് ചെയ്യേണ്ടതായ ആവശ്യകത വരുന്നത് ആ രാജ്യം അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വം നേരിട്ട ഒരു തിരിച്ചടിക്ക് തയ്യാറെടുക്കുമ്പോഴാണ്. പക്ഷേ ഇവിടെ നമ്മുടെ സൈന്യത്തിന് ഈ ചുമതല കൈമാറുകയാണ്. സൈന്യത്തിന് തീരുമാനിക്കാം എങ്ങനെ തിരിച്ചടിക്കണം, എങ്ങനെയാണ് അടുത്ത നടപടി എടുക്കേണ്ടത്, അത് സൈന്യങ്ങൾക്ക് തീരുമാനിക്കാം. സൈനിക വിഭാഗങ്ങൾക്ക് 3 പേർക്കും കൂടി ചേർന്ന് തീരുമാനിക്കാമെന്ന് അവരുടെ യോഗം വിളിച്ച് കൃത്യമായി പറയുകയാണ്. അപ്പോൾ സൈന്യത്തിന് ഈ തീരുമാനങ്ങളെല്ലാം വിട്ടുകൊടുക്കുകയും മറുഭാഗത്ത് ഹയസ്റ്റ് ലെവൽ മീറ്റിംഗ് നടത്തുകയും ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പ്ലാൻ ചെയ്യുന്നത് സംതിങ് ബിഗ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇതിനിടയിൽ ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിൽ സംഭവിച്ചതാണ്. ഇന്ത്യൻ വെബ്സൈറ്റ്സ്, പ്രത്യേകിച്ചും നമ്മുടെ സ്കൂൾസ്, കശ്മീരിലുള്ള നമ്മുടെ ആർമിയുടെ സ്കൂൾസ് അടക്കം അങ്ങനെ എല്ലാത്തിൻ്റെയും വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാനായിട്ട് പാകിസ്ഥാനിൽ ബേസ്ഡ് ആയിട്ടുള്ള ഹാക്കേഴ്സ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ തിരിച്ചടി അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒരു തന്ത്രമെന്ന് പറയുന്നത് ഔട്ട് പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർത്തുകൊണ്ടുള്ള ഒരു പ്രകോപനം മാത്രമല്ല, നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ നടക്കില്ല എന്നവർക്ക് നന്നായി അറിയാം. അപ്പോൾ മറ്റു മെത്തേഡ്സും അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇന്ന് മറ്റൊരു കോണ്ടെക്സ്റ്റിലാണ് എന്ന് അദ്ദേഹം ബ്രീഫ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അല്ല, അതായത് പഹൽഗാമിന്റെ പശ്ചാത്തലത്തിലല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി ഉദ്ദേശിച്ചത് പഹൽഗാം തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന് പറഞ്ഞു വിട്ടിലായി പോയ അവസ്ഥയിലാണ് എന്ന് വേണം കരുതാൻ. കാരണം ഖ്വാജ ആസിഫിന്റെ പ്രതികരണം അത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക്, ഇനിയിപ്പോൾ പാകിസ്ഥാനെ സഹായിക്കണമെന്ന് വിചാരിച്ചാലും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഖ്വാജ ആസിഫ് എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ടെററിസത്തിന് ഫണ്ട് ചെയ്യുന്നവരാണ്, ഞങ്ങൾ ടെററിസ്റ്റുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നവരാണ് എന്ന് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി തന്നെ അഡ്മിറ്റ് ചെയ്യുകയാണ്. അതിൽ പരം ഒരു വലിയ ടെസ്റ്റിമോണി ലോകത്തിന് മുന്നിൽ വെക്കാൻ ഇന്ത്യക്ക് വേറെ വേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് റോഗ് സ്റ്റേറ്റ് ഫ്യൂലിംഗ് ടെററിസം എന്ന് ഇന്ത്യയുടെ ഡെപ്യൂട്ടി പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ടു ദ UN യോജന പട്ടേൽ വിശേഷിപ്പിച്ചത്. അപ്പോൾ അതിനപ്പുറം ഒരു വിശേഷണം പാകിസ്ഥാന് കൊടുക്കാനില്ല, അത് ഇന്ന് കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് നയതന്ത്ര തലത്തിൽ കൊടുക്കുന്ന, ലോകത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. അതായത് ക്രോസ് ബോർഡർ ടെററിസത്തെ ആരൊക്കെയാണോ സ്പോൺസർ ചെയ്യുന്നത് അവരെ ഒറ്റപ്പെടുത്തണം എന്നുള്ളത് UN-ൽ പൊതുവെ എല്ലാ രാജ്യങ്ങളും ചേർന്നെടുത്തിരിക്കുന്ന ഒരു നിലപാടാണ്. അപ്പോൾ ഇവിടെ കൃത്യമായി സ്പോൺസർ ചെയ്യുന്നു ഞങ്ങൾ. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സ്പോൺസറിംഗ് ആണ്, ഫണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോൺസറിംഗ് ആണ്. അപ്പോൾ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമായ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക. ഞാൻ കരുതുന്നില്ല ചൈനയ്ക്ക് പോലും ഓപ്പണായി പാകിസ്ഥാൻ നടത്തിയ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റിയെ പിന്തുണയ്ക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ചൈന ഒറ്റപ്പെടും. ചൈനയ്ക്കും എല്ലാ രാജ്യങ്ങളുമായുള്ള ട്രേഡ് വേണം. എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചെതിർക്കുന്ന ഭീകരതയ്ക്ക് സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യത്തെ ചൈനയ്ക്ക് പോയി നേരിട്ട് പിന്തുണയ്ക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. അല്ലാത്ത തരത്തിലുള്ള പിന്തുണയുണ്ടാകാം. തുർക്കി ഇപ്പോൾ അവരുടെ വിമാനം ഇന്ധനം നിറയ്ക്കാനായിട്ട് അവിടെ ഇറക്കിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും തുർക്കിക്ക് പിന്തുണയ്ക്കണമെന്നൊക്കെയുള്ള ഒരു താല്പര്യമുണ്ടായിരുന്നു. ഗ്രീസ് ഇപ്പുറത്ത് കടുപ്പിച്ചതോടുകൂടി അയ്യോ ഞങ്ങളില്ല കേട്ടോ, ഞങ്ങൾ ശരിക്കും പാകിസ്ഥാനുമായിട്ട് കൂട്ടുകൂടാൻ പോയതല്ല എന്ന് പറഞ്ഞ് കൈയൊഴുകുകയാണ് ചെയ്തത്. ചൈനയ്ക്ക് ഇപ്പോൾ ചൈനയുടേതായ ആംസ് ആൻഡ് അമ്യൂണിഷൻസ്, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ശേഷി, അതൊക്കെ വെച്ച് വേണമെങ്കിൽ പാകിസ്ഥാനെ പിന്തുണയ്ക്കാം. പക്ഷേ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിൽ തകരാൻ പോകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ തകർച്ചയിലേക്ക് പോകുന്ന പാകിസ്ഥാൻ വേണോ, ഇപ്പുറത്ത് നിൽക്കുന്ന കരുത്തരായ ഇന്ത്യ വേണോ എന്നതാണ് ചൈനയുടെ മുന്നിലുള്ള ചോദ്യം. അപ്പോൾ അതിലും ചൈന വലിയ രീതിയിലൊരു പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട് എന്നതാണ്. ഇപ്പോൾ ഏപ്രിൽ 22-ാം തീയതിയാണ് പഹൽഗാം ഭീകരാക്രമണം നടക്കുന്നത്. അതിനുശേഷം ഇന്ത്യ കടുത്ത നടപടി എന്ന് പറയാൻ കഴിയുന്നതായി എടുത്തിരിക്കുന്ന ഒന്ന് ഇൻഡസ് വാട്ടർ ട്രീറ്റിയുടെ സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ മാത്രമാണ് ഒരു കടുത്ത സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത്. ദ ഗാർഡിയനിൽ ഇന്ന് പാകിസ്ഥാനിലെ കർഷകരുടെ, നമ്മുടെ ഇവിടുത്തെ കർഷക സംഘം എന്ന് പറയുന്നത് പോലെ അവരുടെ കർഷകരുടെ അസോസിയേഷന്റെ പ്രതികരണമൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2023 അവർ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ റീകോട്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് അവരത് പറഞ്ഞിരിക്കുന്നത്. അതിൽ അവിടെ പാകിസ്ഥാനിലെ കർഷക സംഘത്തിന്റെ നേതാവായിട്ടുള്ള ഖാലിദ് ഖോക്കർ പറഞ്ഞത് ജലമാണ് ഞങ്ങളുടെ ജീവൻ, ജലം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളില്ല. അതുകൊണ്ട് തന്നെ
അതെ, ജലം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകം വിതിൻ കോട്ട് ദ ഗാർഡിയൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യ ക്യാൻ സ്റ്റാർവസ്. അതാണ് ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച പാകിസ്ഥാനിനുള്ളിൽ തന്നെ ആഭ്യന്തര കലാപത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അവിടുത്തെ കർഷകരാണ്. കർഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തായാലും കൃഷി ചെയ്യുന്ന ഒരു രാജ്യമാണ് എന്നുണ്ടെങ്കിൽ അവരുടെ നാടിൻ്റെ നട്ടെല്ലാണ്. ആ നട്ടെല്ലാണ് ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നത്. ആ കർഷകരുടെ രോഷം രാജ്യത്തിനെതിരെ തിരിയുന്നു എന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പോൾ കാണുന്നുണ്ട്. ഇവിടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കൊടുത്തിരിക്കുന്ന ഒരു മുന്നറിയിപ്പ് എന്താണ്? ഭീകരരെ മാത്രമല്ല, പാകിസ്ഥാൻ എന്ന പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ആരാണോ ഈ ഭീകരരുടെ പേട്രൺസ്, ആ പേട്രൺസിനെയും ഞങ്ങൾ ഹണ്ട് ചെയ്ത് അവരുടെ അടുത്ത് വരെ ഞങ്ങൾ എത്തും എന്ന് പറയുന്നത് കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട് പാകിസ്ഥാനെ. അതുപോലെ ഖ്വാജ ആസിഫ് പോലും, അസിം മുനീർ പോലും ഈ ടാർഗറ്റ് ആണ് എന്ന രീതിയിൽ വേണം നമ്മൾ കാണാൻ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇതിൽ എന്തായാലും ഇന്ത്യ കൊടുക്കാൻ പോകുന്നത് ഒരു ക്രഷിംഗ് ബ്ലോ തന്നെ ആയിരിക്കും. അത് ടെററിസത്തെ പൂർണ്ണമായും തച്ചു തകർക്കുന്ന ഒരു അടി തന്നെ ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ടാർഗറ്റും ടൈമിങ്ങും അത് ഇതിനകം തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാകണം. ഒരാഴ്ചയായി അതിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങൾ എല്ലായിടങ്ങളിലും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ പാകിസ്ഥാന്റെ പ്രകോപനങ്ങൾ കൂടി വന്നതോടെ ഇന്ത്യക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുകയാണ്. ഇനിയും തിരിച്ചടിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് രാജ്യമാണ് എന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പാകിസ്ഥാനെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. നമ്മൾ പറയുമല്ലോ ചില കുട്ടികൾക്ക് അവൻ അടി കൊടുത്താലേ ശരിയാകൂ എന്ന്. അപ്പോൾ പാകിസ്ഥാൻ അടി കൊള്ളേണ്ട ഒരു കുട്ടിയാണ് എന്ന് ലോകത്തിന് മുഴുവൻ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് അവരുടെ സ്വന്തം ചെയ്തികൾ തന്നെ അവരെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഇന്ത്യ എത്രത്തോളം സ്ട്രോങ് ആണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ചൈനയ്ക്ക് കൂടി കണ്ണുള്ള കറാച്ചി തുറമുഖത്തിലേക്കൊന്നും ഒരിക്കലും ഇന്ത്യ ആക്രമണം നടത്തില്ല. കാരണം കറാച്ചിയെ സ്പെയർ ചെയ്ത് വിടും. കാരണം ചൈനയ്ക്ക് കറാച്ചി കിട്ടിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ വേണ്ട. ചൈനയ്ക്ക് കറാച്ചി മതി, അല്ലാതെ പാകിസ്ഥാൻ എന്നുള്ള മുഴുവൻ രാജ്യമൊന്നും ചൈനയ്ക്കും വേണ്ട. അപ്പോൾ കറാച്ചിയിൽ ഇന്ത്യ ആക്രമണം നടത്തില്ല എന്നൊരു ഡീൽ ചൈനയുമായി വെച്ച് കഴിഞ്ഞാൽ അവിടവും സേഫായി. ചൈനയ്ക്ക് പോലും പാകിസ്ഥാനെ പിന്നീട് പിന്തുണയ്ക്കാൻ കഴിയുകയില്ല. മാത്രമല്ല ബലൂചിസ്ഥാൻ സ്വതന്ത്രമാകാൻ വേണ്ടി നിൽക്കുന്ന ഇടമാണ് ആ പ്രവിശ്യ. അപ്പോൾ ബലൂചിസ്ഥാനെ ഇന്ത്യ എയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ ഇല്ലാതാക്കിക്കോളും. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തേക്ക് കയറി ഭീകരതയ്ക്ക് വളക്കൂറ് ഉണ്ടാക്കി ഇവിടെ ഭീകരരെ പരിശീലിപ്പിക്കാൻ കശ്മീരിനെ ഒരു കേന്ദ്രമാക്കാനൊക്കെ ശ്രമിച്ച പാകിസ്ഥാനെ ബലൂചിസ്ഥാൻ എന്ന നാണയത്തിലൂടെ ഇന്ത്യക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാം. ഇതിനിടയിൽ ഇനിയിപ്പോൾ പാക് ഒക്യുപ്പൈഡ് കശ്മീർ കൂടി ഇന്ത്യ ഇങ്ങ് തിരിച്ചു പിടിക്കുമോ എന്നുള്ളതാണ് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. ഈ ഒരു പോക്കാണ് എന്നുണ്ടെങ്കിൽ അതുകൂടി ഇന്ത്യ ചെയ്തു കഴിഞ്ഞാലും ലോകരാജ്യങ്ങൾക്കൊന്നും ഇന്ത്യയെ കുറ്റം പറയാൻ കഴിയില്ല. ഇങ്ങോട്ട് കയറി അടിച്ചിട്ടല്ലേ എന്ന ഒരു ചോദ്യം തിരിച്ച് നരേന്ദ്രമോദിക്ക് ചോദിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വലിയ പാനിക് മോഡിലാണ്. അത് പാകിസ്ഥാൻ മാധ്യമങ്ങളിലെല്ലാം ദൃശ്യവുമാണ്. പാകിസ്ഥാൻ സ്വയംകൃതാനർത്ഥത്തിൽ ഒടുങ്ങാൻ പോകുന്നു. ഏറ്റവും നല്ല ഒരു അടി തിരിച്ചു കൊടുക്കാൻ ഇന്ത്യ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. സൈന്യം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ് സൈന്യത്തിന് വിട്ടുകൊടുക്കുന്ന നരേന്ദ്രമോദി കൃത്യമായ മെസ്സേജ് പാകിസ്ഥാനും കൊടുക്കുകയാണ്. അടി ഉണ്ടാകും എന്നുള്ളതാണ് ആ ഉറപ്പ്. ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചടിക്ക് ഒരുക്കുമോ എന്നാണ് ചോദ്യം. 4 പേരുടെയും അഭിപ്രായം യെസ് എന്നാണ്. Meet the editors.